ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ശബ്ദവും വെളിച്ചവും തന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞ അനൗൺസ്മെന്റ് ധാരാളം കേട്ടിട്ടുണ്ട് അല്ലേ? ശബ്ദവും വെളിച്ചവും എപ്പോഴും ഒരുമിച്ച് നമ്മൾ പറയാറുള്ളതാണ്. സൗണ്ടിന് വേഗത പോരാ, പ്രകാശത്തിന് വലിയ വേഗതയാണ് എന്നൊക്കെ നമ്മൾ പറയും. ധാരാളം അവസരങ്ങളിൽ ഇത് പറയാറുണ്ട്. പ്രകാശത്തിൻ്റെ അത്രയും വേഗതയിൽ ശബ്ദം സഞ്ചരിക്കത്തില്ല എന്ന്. നമ്മളവിടെ ഈ തരത്തിൽ ചേർന്നവരെ വേണ്ടേ കമ്പയർ ചെയ്യാൻ? പ്രകാശം എന്ന് പറഞ്ഞൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. സൗണ്ട് പോലൊരു മെക്കാനിക്കൽ വേവുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം പ്രകാശത്തിന് വാക്വത്തിൽ കൂടെ യാത്ര ചെയ്യാൻ കഴിയും. നമുക്കറിയാം, എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനും വാക്വത്തിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രകൃതിയുടെ ലിമിറ്റ് വരെ റീച്ച് ചെയ്യാനും പറ്റും. എന്നാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ശബ്ദത്തിന് ഒരു മീഡിയം ആവശ്യമാണ്. അതൊരു മെക്കാനിക്കൽ വേവ്സാണ്. അവിടെ ഒരു വായുവോ ഏതെങ്കിലും ഒരു പ്രതലം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് പാസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ പ്രതലം അവിടെ ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ആ പ്രതലത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്പീഡ് ഇരിക്കുന്നത്. എവിടെയെങ്കിലും വെച്ച് ആ ഒരു പ്രതലം നഷ്ടപ്പെട്ടാൽ അതില്ലാതായി തീരുകയും ചെയ്യുന്നുണ്ട്. സോ ഇതുപോലെയാണ് പലപ്പോഴും ഗ്രേപ്സിൻ്റെ ഇൻഫോർമാറ്റിക്സിൻ്റെ ഫീച്ചേഴ്സുമായിട്ട് HIMS സോഫ്റ്റ്വെയറുകളെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മളങ്ങനെ കമ്പയർ ചെയ്ത് പറയാറില്ല. ചിലപ്പോഴെങ്കിലും അങ്ങനെ ഇൻഡസ്ട്രിയിലൊരു കമ്പാരിസൺ വന്നാൽ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഈ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൻ്റെ ഏറ്റവും ടോപ്പ് ടെക്നോളജികളുമായിട്ട് ഒരു സാധാരണ HIMS സോഫ്റ്റ്വെയറിനെ കമ്പയർ ചെയ്യേണ്ട. കേൾക്കാൻ സുന്ദരമാണ് ശബ്ദമെങ്കിലും അതിന് പാസ് ചെയ്യാനൊരു മീഡിയം ഇല്ലെങ്കിൽ അത് നിന്നു പോകും. പക്ഷേ പ്രകാശവും മറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും അങ്ങനെയല്ല. അത് യുഗാന്തരങ്ങളോളം സഞ്ചരിക്കുന്നുണ്ടാവും. ഗ്രേപ്സിൻ്റെ സഞ്ചാരപഥം അതുപോലെയാണ്. കഴിഞ്ഞ 25 കൊല്ലമായി ഇന്നൊവേഷൻസിൽ കൂടെയാണ് പോയിട്ടിരിക്കുന്നത്. നിരന്തര ഇന്നൊവേഷൻസ്. സോ അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പോലെയാണ്.